ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ ടെക്നിക്കൽ ക്രിയേറ്റേഴ്സ്. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഫ്രീ ഫയറിൽ വൺ ടാപ്പ് അടിക്കാമെന്നാണ് ഈ ഒരു വീഡിയോ നമ്മൾ പറയുന്നത്. ഫ്രണ്ട്സ്, നമ്മളിന്ന് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടല്ല കാണുന്നത്, ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണോടെ അമർത്താൻ നിങ്ങൾക്ക് വൺ ടാപ്പ് അടിക്കണം. അത് അപ്പോൾ തന്നെ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 57 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, ഒന്ന് കൂടുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ടാപ്പ് അടിക്കാൻ എളുപ്പത്തിൽ ട്രിക്സ് ആൻഡ് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. നമുക്ക് അങ്ങനെ സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യുക. സെൻസിറ്റിവിറ്റി ആണ് ഫസ്റ്റ് വേണ്ടത്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെഡ് ഷോട്ടിനുള്ള സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് പരമാവധി പറ്റുന്ന സെൻസിറ്റിവിറ്റി നിങ്ങൾ സെറ്റ് ചെയ്യുക. ഞാൻ അതേപോലെ സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ കൺട്രോൾസ്, ഓക്കെ, ഇനി കൺട്രോൾസ് ഉണ്ട്. കൺട്രോൾസാണ് രണ്ടാമത്. പിന്നെ മൂന്നാമത് നോക്കണേ കസ്റ്റം HUD, ഇത്രയും മതി. പിന്നെ നമ്മുടെ വേറെ എന്താ വെച്ചാൽ നമ്മുടെ ഓട്ടോ പിക്കപ്പ് ഉണ്ട്, അത് ഓൺ ചെയ്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ലൂട്ട് ചെയ്യാം തന്നെ. പിന്നെ വേറെ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗണ്ണെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഒന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് വൺ ടാപ്പ് അടിക്കുന്ന ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അങ്ങനെ ഗെയിം നടക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഇങ്ങനെ ഈ ട്രെയിനിങ് മോഡ് വെച്ച് കളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നമ്മുടെ ട്രെയിനിങ് മോഡ് എടുത്തിട്ട് നമ്മൾ കളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഷോട്ട് അടിക്കുന്ന ട്രിക്കുകളൊക്കെ പറഞ്ഞു തന്നു കുറേ. പിന്നെ മാത്രമല്ല ഇവിടെ കണ്ടില്ല, ഇവിടെ എനിക്ക് തന്നെ ഹെഡ് ഷോട്ട് വരുന്നില്ല. ഞാനിത് സ്ക്രിപ്റ്റോ ഫയലോ ഒന്നും ഹാക്ക് ചെയ്തിട്ടില്ല. ഞാൻ പറയാം, ഞാനത് നോർമൽ ഫ്രീ ഫയറാണ്. അതെൻ്റെ നോർമൽ ഫ്രീ ഫയറാണ്, അല്ലെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റോ ഹാക്കോ ഒന്നും ചെയ്തിട്ടില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ചെയ്യുന്നതായിരുന്നു വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യുന്നതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എൻ്റെ നേരത്തെ ഇടയ്ക്ക് അടി കിട്ടുന്നുണ്ട്. വെക്ടറൊക്കെ അടിച്ചു. പിന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് കളിക്കുന്നത്. വൺ ടാപ്പ് അടിക്കാനുള്ള ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഷോൾഡർ എടുക്കുക. ഒരു എനിമി നേരെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് മുകളിലേക്ക് വലിച്ചു പിടിക്കുക. പിന്നെ ഹെഡ് ഷോട്ട് പറ്റുന്നവരെ നമ്മൾ വലിച്ചു പിടിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാൻ നോക്കാം. ഓക്കെ, ഞാൻ നോക്കട്ടെ ഫ്രണ്ട്സിന്, ഞാൻ നോക്കട്ടെ. എന്നെ പറ്റുന്നത്ര ഞാൻ കാണിച്ചു തരാം. എനിക്ക് പറ്റുന്നത്ര ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ നമുക്ക് മുകളിൽ കളിച്ചിരിക്കുക. രണ്ട് ഹെഡ് ഇവരാണെങ്കിൽ ഇങ്ങനെ ഒറ്റടിയോ എത്ത്. അപ്പോൾ എനിക്ക് വരാണെങ്കിൽ ഞാൻ അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗണ്ണ് പിടിക്കുക. ഗണ്ണ് കഴിക്കണം. അതിന് ഷോർട്ട് ഗൺ പിടിക്കുക. ഇങ്ങനെ കാണാണെങ്കിൽ അപ്പം തന്നെ എന്താ പറയുക, അങ്ങനെ ക്ലോസ് ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടിക്ക് മാർക്കുമല്ല, നമ്മൾ ടെക്ക് പോലെ ഒന്ന് ആക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിക്ക് പോലെ തന്നെ ഡയറക്ഷൻ ആക്കുക. എനിക്ക് ബാക്കിൽ നിന്ന് അടിച്ചു ഫ്രണ്ട്സ്. ഇവന്മാർ ഓരോരുത്തും ബാക്കിൽ നിന്ന് അടി വരും. ഓരോത്തെങ്കിലും ഒരു അടി വരും. അതാണ് ഫ്രണ്ട്സ്. എന്താ വെച്ചാൽ നമുക്ക് പിന്നെ കാണിക്കുന്നത്ര ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇതിനെ അടിച്ചിട്ട് അടിക്കാൻ വെച്ചതാണ്. ആൾ മൊത്തം റെഡാണ് കൂടുതൽ പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞുതരാം. അങ്ങനെ ഷോർട്ട് ഗൺ പിടിക്കുക. അങ്ങനെയല്ല, ഹെഡ് ഷോട്ടിലേക്ക് അടിക്കുക. ഹെഡിലേക്ക് മെയിൻ പിടിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും വെക്ടറുണ്ട്. അത് നമുക്ക് പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടിക്ക് പൊസിഷൻ പിടിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചത് പറ്റുന്നില്ല, എന്താണാവോ കുറേ പേരിൽ അതിനുണ്ടെന്ന് തോന്നണം. 10 പേരുണ്ട്. അതാണ് നമ്മൾ ടിക്ക് പോലെ അടിക്കാൻ നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടിച്ചിട്ടില്ല, ടിക്ക് പോലെ. ഇതാണ് ആദ്യത്തെ മെത്തേഡ്. വൺ ടാപ്പ് അടിക്കുന്നവരെ ടിക്ക് പോലെ അടിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ക് പോലെ നമ്മൾ മാർക്ക് ചെയ്ത ഡയറക്ഷൻ പിടിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ടിക്ക് പോലെ കാണിച്ചിട്ട് ഒന്നുകൂടി കാണിച്ചിട്ടാണെങ്കിൽ നോക്കട്ടെ, കുറച്ചിന് കാണിച്ചിരാം. ഇല്ല ഫ്രണ്ട്സ്, അപ്പോൾ ടിക്ക് പോലെ അടുത്ത് വന്നിട്ട് നോമൽ കവർ ചെയ്യുക. നമുക്ക് കണ്ടില്ലേ, ടിക്ക് പോലെ അടിക്കുക. ടിക്ക് പോലെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വൺ ടാപ്പ് അടിക്കാം. റീസ്റ്റാറിനെ പോലെ തന്നെ നിങ്ങൾക്ക് വൺ ടാപ്പ് അടിക്കാം. പിന്നെ രണ്ടാമത്തെ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മെത്തേഡാണ്. ടിക്ക് പോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ടിക്ക് പോലെ അടിക്കാണ്ടില്ല. ഇവിടെ ഞാൻ കാണിച്ചത് നോക്കട്ടെ. ഇവിടെ പാഴത്തിൽ പറഞ്ഞു, ഇവിടെ പറ്റിയില്ല ബന്ധമാണ്. അതൊരു നിൽക്കുക, എന്നോട് കുഴപ്പമില്ല. നോട്ടെ ഫ്രണ്ട്സ്, ഞാനിവിടെ ഈ തെണ്ടിന് കുറേ അടിക്കുന്നുണ്ട്.
ഒറ്റയടിക്കാൻ പറ്റില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഒന്നുകൂടി ഞാൻ കാണിച്ചാൽ ലാസ്റ്റ് ഫൈനൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് വൺ ടാപ്പ് അടിക്കാനുള്ള വേറെ ട്രിക്ക്. അടുത്ത് നിന്നിട്ട് നിങ്ങൾ എന്താ പറയുക, ഒരു ടിക്ക് പോലെ മാർക്ക് പിടിക്കാം. ടിക്ക് പൊസിഷൻ. ഓക്കെ, ടിക്ക് പൊസിഷൻ പോലെ പിടിക്കാം. പക്ഷെ അവനെ ഓടി കടന്നു പോയി. അപ്പോൾ അടിച്ചിട്ട് ഫ്രണ്ട്സ് ഇനി നമ്മൾ ചെയ്യുന്നതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കണ്ടില്ലേ, ഒരു ഹെഡ് വരുത്. അപ്പോൾ ഇതാണ് ചെയ്യുന്നത്, ടിക്ക് പോലെ അടിച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, രണ്ടാമത്തെ ഒരു എളുപ്പ സംഭവമാണ് എന്ന് വെച്ചാൽ നമ്മൾ മുകളിലേക്ക് വലിച്ചൊടിക്കുക. ഇവ മൂക്കമായി ഇവനെ അടിച്ചിട്ട് പറഞ്ഞു. നമ്മളിത് വേറെ കാണിച്ചില്ല, ഒന്നുകൂടി കാണിച്ചില്ല. വേറെ രണ്ടാമത്തെ മെത്തേഡ്. ഇപ്പം എന്നെ അടിച്ചിരിക്കും. ഇവൻ മൂളി കറിയിട്ടുണ്ട്. ഇവനിങ്ങനെ പറഞ്ഞിരിക്കും, നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾ എന്താ പറയുക, മുകളിലേക്ക് വലിച്ചടിക്കുക. ഇതിനെ പ്രോ പ്ലേയേഴ്സ് എടുക്കുന്ന സംഭവമാണ്. വൺ ടാപ്പ് അല്ലാതെ നിങ്ങൾ ഇവിടെ കണ്ടില്ല, ഇവിടെ മുകളിലേക്ക് തന്നെ വലിച്ചു പിടിക്കുക. അങ്ങനെ നമുക്ക് ചാടി വേണമെങ്കിൽ വെടി വെക്കാവുന്നതാണ്. മീൻസിനെ വണ്ടികളൊന്നുമില്ല ഇവിടെ കൂടെ കൊല്ലേന്. അതുകൊണ്ട് ഞങ്ങൾ ചാടിയിട്ട് മുകളിലേക്കാണ് വലിച്ചു പിടിക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ വെച്ച് നിങ്ങൾ ട്രൈ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കാവുന്നതാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഞാൻ അടിച്ചത് ഇവിടെ മുകളിലേക്ക് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ഷോട്ട് കയറും. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മുകളിലേക്ക് വലിച്ചടിക്കുക. ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ക് പോലെ പിടിക്കുക. പിന്നെ മുകളിലേക്ക് തന്നെ വലിച്ചടിക്കുക. ഒരു പ്രാവശ്യം മുകളിലേക്ക് വലിച്ചടിക്കുന്നുണ്ട്. വീണ്ടും റെഡ് അടിക്കണം. ഇതേപോലെ അടിക്കാനൊക്കെ ഇനി പറ്റില്ല. നേരത്തെ കാണിച്ചാൽ നിങ്ങൾ അതേപോലെ അടിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഹെഡ്ഷോട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രെയിനിങ് കൂടുതൽ ട്രെയിനായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഒരടി ഇതേപോലെ അടിച്ച് പ്രാക്ടീസ് ചെയ്യുക. അവൻ്റെ ഹെഡിന് നേരെ അടിക്കാൻ നോക്കുക. അതുപോലെ ഫ്രണ്ട്സ് നിങ്ങൾ ഹെഡ്ഷോട്ടിന് നേരെ ഇവിടെ ഹെഡ് അടിയത്. അപ്പോൾ ഇങ്ങനെ ഹെഡ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ഫയറിലാണ് സെറ്റായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഫ്രീ ഫയർ കളിയിൽ മുഴുവൻ ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റും. അതിന് മാത്രമല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണിത്. അപ്പോൾ ഇത് ഞാൻ കസ്റ്റമറെ കിട്ടുന്നില്ല. ലൈഫ് പറഞ്ഞാൽ അവിടെ സ്പോട്ടിൽ നോക്കണം, ഓടിപ്പടയുക. എന്നിട്ട് നിങ്ങളുടെ വൂക്കോങ്ങാണെങ്കിൽ വൂക്കോങ്ങിൽ എബിലിറ്റി ഇടുക. അത്രയുള്ള ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഹെഡ്ഷോട്ട് അടിക്കാൻ. ക്ലാഷ് കോഡ് കളിക്കുന്ന ക്ലാഷ് കോഡും പ്രാക്ടീസ് ചെയ്യുക. പിന്നെ മാത്രമല്ല ഫ്രണ്ട്സ് ഇവിടെ മുഴുവൻ ഹെഡ് അടിക്കുന്നത് അങ്ങനെയാണ് ഞാൻ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര പറയുന്നുള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ. ഗുഡ് ബൈ.